ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം നമ്മളിപ്പോൾ കാണുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചിരിക്കുകയാണ്. ഈ കാണുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് കാണുന്നത്. സാധാരണ ഒരു മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്ന രീതിയിലല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാണുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെയും ജോൺ പോൾ മാർപ്പാപ്പയുടെയൊക്കെ വെച്ചിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഒരു സഭയുടെ തലവൻ താഴെ ആ ഒരു തറയിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് അച്ഛനുള്ള ഒരു പേഴ്സണൽ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് പല സമയങ്ങളിൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിലൊരു സംഭവം, ഞങ്ങളൊരു ഇൻ്റർനാഷണൽ മാതാവിൻ്റെ ദിസ് റെവല്യൂഷൻ ഓഫ് ടെൻഡർനെസ്, അതിനെപ്പറ്റി ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം ആ സമയത്ത്, അതായത് 2019 അന്ന് ഈ മാർപ്പാപ്പ മെട്രന്മാരെയും കുറേ സുപ്പീരിയർ ജനറൽസൊക്കെ കൂടി ഈ ഒരു മീറ്റിംഗ് വത്തിക്കാനിൽ സംഘടിപ്പിച്ചായിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിലായിരുന്നേ. ഞങ്ങളൊരു മെസ്സേജ് ചോദിച്ചിരുന്നു. അന്നേരം മാർപ്പാപ്പയോട് ഞാൻ ചോദിച്ചാണ് ആ മെസ്സേജ് ഞങ്ങൾക്ക് തന്നായിരുന്നു എന്ന്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ സെക്രട്ടറിയോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കുറ്റബോധം പോലെ തോന്നുന്നു, ഞാൻ ആ മെസ്സേജ് അയച്ചില്ല, എന്തോന്നായിരുന്നു ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഒരു കോൺഗ്രസ് ആണ് മാതാവിനെ പറ്റി, അതൊരു നല്ലൊരു മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ മറന്നുപോയില്ല, ഇനി എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ വീഡിയോയിൽ, എൻ്റെ സെൽഫോണിലൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ, ഒരു മെസ്സേജ് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ കൈയും പിടിച്ച് അതിനൊരു ഹോളിൻ്റെ ഒരു മൂലയിൽ പോയിട്ട് ഒരു കൊച്ച് നല്ല മെസ്സേജ്, മാതാവിൻ്റെ ടെൻഡർ ലവ് ലോകത്തിന് ആവശ്യമാണ്, മിഷന്മാർക്ക് ആവശ്യമാണെന്നുള്ളൊരു മെസ്സേജ് തന്ന്, അതുപോലെ അങ്ങനെ ഒരു ഡീറ്റെയിൽ ഓർക്കാനും എന്നെ വിളിച്ചത് തരാനും സാധിച്ചു. എനിക്കൊരു വലിയൊരു ടച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ അച്ഛാ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് അച്ഛനൊന്ന് പറയാൻ പറ്റുമോ? ഓരോ മാർപ്പാപ്പമാരും ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തമ്പുരാൻ ഈശോ തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊരു താരതമ്യപ്പെടുത്താൻ കഴിയും ഒരു യുണീക്ക്നെസ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ കാണുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ ഹൃദയം, ദൈവപിതാവിൻ്റെ ഹൃദയം, അതുപോലൊരു ഉൾക്കൊണ്ട് ആ ഒരു ലീഡർഷിപ്പാണ്. കമ്പാഷൻ, എൻ്റെ ദരിദ്രരോടും ഈ സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതരായവരോടൊക്കെ ആ ദൈവപിതാവിൻ്റെ സ്നേഹം, ആ ദൂതനോട് പിതാവ് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു ദൃശ്യ അവതരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് വലിയവനോ ചെറുതൊന്നോ അല്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളുടെ അന്തസ്സത്ത അതാണ്. ആ പിതാവ് മാർപ്പാപ്പായെ പല പ്രാവശ്യം ഞാൻ കണ്ടപ്പോഴെല്ലാം ഒരു നോട്ടം പോലെ ഒരു കമ്പാഷനും പിന്നെ ജോയ്. മറ്റൊന്ന് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, അത് ആത്മീയതയുടെ ശരിക്കുള്ള തിളക്കം എന്ന് പറയുന്ന ആനന്ദമാണ്. ഒരു മീറ്റിങ്ങിൽ, ഞങ്ങളുടെ മീറ്റിങ്ങിൽ മാർപ്പാപ്പ സുപ്പീരിയർ ജനറൽസിൻ്റെ മീറ്റിങ്ങിൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. എങ്ങനെയാണ് ഞങ്ങളൊക്കെ കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും വളരെ തളരുന്നു, അല്ലെങ്കിൽ ആകാംക്ഷ ഭരിതരാകുമ്പോൾ പിതാവ് എങ്ങനെയാണ് ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി പ്രശ്നങ്ങളെ കാണുന്നതാണ്? അന്നേരം പിതാവ്, ഞാൻ ഈ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിന് വസതിയിൽ രാജിവെച്ചിട്ട് പെൻഷനാകാനായിട്ട്, ജൂബിലി ആകാനായിട്ടുള്ള ഒരു ഒരുക്കത്തോടെയാണ് അന്ന് കോൺക്ലേവിന് വന്നത്. അതുപോലെ അന്നൊരു ഹോളി വീക്കിൻ്റെ സമയമായിരുന്നല്ലോ, അതിനുള്ള ഒരുക്കമായിരുന്നു. പക്ഷേ ഈ കർദിനാളന്മാർ തിരഞ്ഞെടുത്തപ്പോൾ ഈശോ തന്നൊരു സമ്മാനമാണ് ഈ ആനന്ദം. ഈ ആനന്ദം, ആ സമ്മാനം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. ഈ മാർപ്പാപ്പയുടെ ഒരു സന്ദേശം എന്ന് പറയുന്ന ലോകത്തിൽ ഈ ആനന്ദമാണ്. ഈ ആനന്ദം എന്ന് പറയുന്നത് ദൈവിക യേശുവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. അതായത് ആ ദൈവമായിട്ടുള്ള കണക്ഷനിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ഉറവിയെടുക്കുന്നതാണ് ഈ ആനന്ദം.
ഈ ആനന്ദമാണ് ഈ ഹോപ്പിൻ്റെ, പ്രതീക്ഷയുടെ ഒരു ബഹുസ്ഫുരണവും. പ്രതീക്ഷയുള്ളവർക്കാണ് ആനന്ദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പായുടെ ജീവിതവും മരണവും എല്ലാം അത് ഒരു വീവിങ് ടുഗെദർ പോലെ എനിക്ക് തോന്നുന്നു. അന്നത്തെ ആ ഞായറാഴ്ചത്തെ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു കറേജോടുകൂടി അവിടെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ ഫൈനലായിട്ടൊരു ഗ്രീറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മരിക്കുന്ന ആ ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. പല രീതിയിൽ ലോകത്തിൻ്റെ ആത്മാവിനെ തട്ടി, മനുഷ്യരാശിയുടെ ആത്മാവിനെ തട്ടി ഉണർത്തിയ ഒരു പിതാവായിട്ട് എനിക്ക് തോന്നി. അച്ഛൻ പറഞ്ഞ പോലെ യഥാർത്ഥ ഒരാടുകളുടെ മണമുള്ള ഒരു ഇടയനായിരുന്നു ഒരു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ. കാരണം ജനങ്ങളോട് കൂടെ ആയിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു, ജനങ്ങളുടെ നടുവിലായിരിക്കാൻ, സാധാരണക്കാരെ പോലെ ആവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം തന്നെയായിരുന്നു അന്ന് ആ ഒരു ഞായറാഴ്ച, ഈസ്റ്റർ ദിവസം വിശ്വാസികളുടെ ഇടയിലൂടെ അദ്ദേഹം പോയത്. വത്തിക്കാനിൽ നിന്ന് അറിഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ കണ്ട വൈദികർ നമ്മളോട് പറഞ്ഞത്, അവിടെ വൈദികരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാണാൻ വേണ്ടി കാത്തിരുന്നത്. അവർ കാണാൻ വേണ്ടി അവിടെ റെഡിയായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അറിയിപ്പ് വരുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ നിങ്ങളെ കാണുന്നില്ല, പകരം ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ കാത്തുനിന്ന ഒരു വൈദികന് വളരെ വിഷമമെങ്കിലും അദ്ദേഹം ഞങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്, അവിടെ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിശ്വാസികളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന കാഴ്ച അച്ഛൻ വളരെ വേദനയോടെ നോക്കി നിന്നാണ് പറഞ്ഞത്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരികെ വന്നു എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ മറ്റൊരു പ്ലാനായിരുന്നു. അവസാന നിമിഷം വിശ്വാസികളെല്ലാവരും നേരിട്ട് തൊട്ടടുത്തുകൂടെ പോയി ആശീർവദിച്ചിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പോകുന്ന കാഴ്ച. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടായി കാണാം. ഒരുപക്ഷെ അവസാനത്തെ ഒരു ഈസ്റ്റർ അല്ലെങ്കിൽ അവസാനത്തെ ഒരു ദിവസം എന്നത് ഉണ്ടായി കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ബൈബിളിലെ യോഹന്നാൻ സുവിശേഷത്തിലെ ഈശോയുടെ സഹനത്തിൻ്റെ ഒരുക്കമായിട്ട് പറയുന്നത്, ഹി ലവ്ഡ് ദം ടു ദ വെരി എൻഡ്. അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ അവരെ സ്നേഹിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു പിതാവിൻ്റെ ഹൃദയം ഞാൻ പറഞ്ഞില്ലേ, അതോടുകൂടി ജനങ്ങളെ എല്ലാവരെയും, അതിൻ്റെ അകത്ത് വലിയവരെന്നോ ചെറിയവരോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, അപ്പോൾ അവരെ അവസാനം വരെ അവരെ സ്നേഹിച്ചു, തന്നെ ഏൽപ്പിച്ച ഇടയരെ, ആടുകളെ സ്നേഹിക്കുന്ന ഒരിടയൻ. അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ആ സീൻ കണ്ടപ്പോൾ. ഞാനിവിടെ വെച്ചാണ് കാണുന്നത്. പക്ഷേ പിതാവിൻ്റെ ഇരിപ്പം ഒത്തിരി വേദനയോടുകൂടി അല്ലെങ്കിൽ കറേജോടുകൂടിയാണ് അവിടെ ഇരുന്നതെന്ന് എനിക്ക് തോന്നി. ഒരു കൊടുത്തുള്ള അച്ഛനെ തലയിൽ തിരുമ്മി കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും രക്തോട്ടം വേണ്ടിയിട്ടായിരിക്കും. ഹി വാസ് ആക്ച്വലി കറേജിയസ്ലി ഡൂയിങ് ദാറ്റ്. അത് ഈ ഒരു സ്നേഹിക്കുന്നവർ എല്ലാം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ അവസാനം വരെ സ്വയം ദാനം ചെയ്തൊരു പിതാവായിട്ടാണ് ഞാൻ ഫ്രാൻസിസ് പിതാവിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം എത്തിച്ചതിന് ശേഷം നടന്ന വിശുദ്ധ ബലിയിൽ പ്രസംഗമധ്യേ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു തിരുശേഷിപ്പാണെന്നാണ്. നമുക്കറിയാം ആ ഒരു തിരുശേഷിപ്പിൻ്റെ പ്രത്യേകത. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തെ നോക്കി തിരുശേഷിപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. ദാറ്റ് ഈസ് ട്രൂ. തിരുശേഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്നാണ്, നമ്മുടെ ശരീരത്തിലൂടെയാണല്ലോ നമ്മളുടെ വി എക്സ്പ്രസ് അവേഴ്സൽസ്, വി ആർ എംബോഡീഡ് സോൾ. അപ്പം തൻ്റെ എല്ലാം എല്ലാം ഉപയോഗിച്ച് നമ്മളുടെ വ്യക്തിത്വം മുഴുവൻ ഈ ശരീരത്തിലുള്ള നോട്ടത്തിലൂടെയും കൈകളിലൂടെയും എത്തിപ്പിടിക്കുന്നതും, അങ്ങനെ സ്വന്തം ജീവിതം ഈശോയുടെ ഒരു സ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമാകാനായിട്ടാണ്. ദ റേഡിയേറ്റിംഗ് ലവ്, ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ചാനൽ. ദൈവസ്നേഹത്തിൻ്റെ ഒഴുകുന്ന ഒരു ചാനലായിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റിലിക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമാണല്ലോ. വി ആർ നോട്ട് ഐഡോളട്രൈസ് ഓർ വി ഡോണ്ട് മേക്ക് എ ബോഡി ബിയോണ്ട് ദാറ്റ്. അപ്പം ആ കാണുന്ന ആ ശരീരം ജീവിച്ചിരുന്നപ്പോൾ ദൈവസ്നേഹം ഒഴുകുന്ന ഒരു ചാനലായിരുന്നു. ആ രീതിയിലാണ് ഞാൻ
പിതാവിനെ അവരെടുത്തോണ്ട് ഇങ്ങനെ ശരീരം എടുത്തോണ്ട് അതിലവിടെ അതേ പാത വത്തിക്കാനിൽ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് നടത്തിയ ഒരു ഓഡിയൻസ് പോലെ ആ വഴിയിൽ കൂടെ തന്നെ ഈ ശരീരം വഹിച്ചുകൊണ്ട് പോയപ്പോഴേ ദ ഡിഫറൻസ് ഈസ് ദാറ്റ് നൗ ഹി കംപ്ലീറ്റഡ് ഹിസ് മിഷൻ സ്വന്തം ദൗത്യം കഴിഞ്ഞിട്ട് മറ്റുള്ളവർ പിതാവിനെ വഹിച്ചുകൊണ്ട് അതേ പാതയിലൂടെ വത്തിക്കാനിലേക്ക് കയറുമ്പോൾ ഇറ്റ് വാസ് ഫോർ മീ എ ടച്ചിങ് മൊമെന്റ്. കനാൽ ഓഫ് ഗോഡ്സ് ഗ്രേസ്. തീർച്ചയായിട്ടും അച്ഛൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ പറഞ്ഞ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ എല്ലാം ഒരു വശമുണ്ടാകുമ്പോൾ കൂടി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം അത് വളരെ വ്യക്തമാക്കിയിരുന്നു. നിലപാടുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉറച്ചൊരു നിലപാട് അല്ലെങ്കിൽ വെള്ളം ചേർക്കാത്ത മായം ചേർക്കാത്ത ഒരു നിലപാടുകൾ എന്നും അദ്ദേഹം എടുത്തിരുന്നു, സഭയുടെ കാര്യത്തിൽ, ആരാധനാ രീതികളിൽ എല്ലാം. അപ്പോൾ ഇത്രമാത്രം ഈ ഒരു രീതി വരുമ്പോഴും കാർക്കശ്യത്തിൻ്റെ ഒരു നിലപാടുകളിൽ എടുക്കുന്ന ആ ഒരു വ്യക്തതയെല്ലാം അദ്ദേഹം നോക്കിയിരുന്നു. പക്ഷേ ആ ഒരു പേരിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പല രീതിയിലും വിമർശിക്കപ്പെട്ടിരുന്നു. പല ആളുകളും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. അഭയാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും അഭയാർത്ഥികളെ സ്വീകരിക്കും, അവർക്ക് എന്താ പറയുക, ഒരു ഇടം കൊടുക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പല രാജ്യ നേതാക്കളോടും മൊത്തം പറഞ്ഞിരുന്നു. മരണത്തിന് തൊട്ട് മുമ്പ് വരെ, തലേ ദിവസം വരെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനോടും അദ്ദേഹം പറഞ്ഞത് കുടിയേറ്റക്കാരുടെ അനുകമ്പയോടെ നിങ്ങൾ പെരുമാറണമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില നിലപാടുകളിൽ വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിലപാടുകളിലെ ആ കാർക്കശ്യവും അതോടൊപ്പം തന്നെ വെള്ളം ചേർക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയതും ഇതിനെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത്? ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തികൾ അവരുടെ കൺവിക്ഷനിൽ ഉറച്ചു നിൽക്കുകയും, നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയും ഇംഗ്ലീഷിലെ, അതായത് പ്രവൃത്തിയും അവരുടെ നിലപാടുകളും ഒരുപോലെ പോകുന്ന, അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഫ്രാൻസിസ് പിതാവെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പം ജെൻറ്റിൽനെസ് ആൻഡ് ഫേംനെസ്, ഇത് രണ്ടും ഒരു ക്രിസ്തീയ ഒരു യേശുവിൻ്റെ ശിഷ്യൻ്റെ ഒരു ലക്ഷണമാണത്. പ്രിൻസിപ്പിൾസിൽ മായൊന്നും ചേർക്കത്തില്ല, പക്ഷെ കമ്പാഷൻ ടു ദ വീക്ക്. ഈശോയും അങ്ങനെയായിരുന്നല്ലോ. ഇഫ് യു ലുക്ക് അറ്റ് ഈശോയുടെ ജീവിതത്തെ പറ്റി നോക്കിയാലും ഈശോയുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നല്ലോ. അവിടെ പിലാത്തോസിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ ഹെറോദിസിന് മുമ്പിലും ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചതല്ലാവേ ആ രീതിയിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വം നമ്മൾ വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു ജീവിതമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ളവർ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടും, അവരെ വിധിക്കും. പലപ്പോഴും മനസ്സിലാക്കാതെയാണ് അവരെ വിളിക്കുന്നത്. അവർ മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ചെയ്ത് ശരിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു പിതാവ് കാണുന്നത് ഈ ഒരു വലിയൊരു ബിഗർ പിക്ചറിൽ നിന്നുകൊണ്ടാണ് പിതാവ് ഈ ലോകത്തെയും മനുഷ്യരെയും കാണുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഈ ഭൂമിയും അതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. ഇമ്മിഗ്രേഷൻ വാസ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നതാണ്. ആ ഇമ്മിഗ്രേഷനിലെ നിയമങ്ങൾ ഒരു സാമൂഹിക സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ വേണം. ആ നിയമങ്ങളെ വേണ്ടെന്നൊന്നും പിതാവ് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം മദർ തെരേസയെ കുറ്റം പറയുന്നത് പലരും മദർ തെരേസ സോഷ്യൽ വ്യവസ്ഥിതിയെ പറ്റിയൊന്നും പറയുന്നില്ല. ആ വ്യവസ്ഥിതികളുടെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പാവപ്പെട്ടവരെ നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിറ്റിസിസം പലരും മദർ തെരേസയ്ക്കെതിരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഫ്രാൻസിസ് പിതാവിനും എതിരായിട്ടുള്ള ക്രിറ്റിസിസം പലപ്പോഴും ആ പിതാവ് നൽകുന്ന വലിയൊരു പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു മനസ്സുമായിട്ട് നോക്കുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ പാടായിരിക്കും. ഈ പിതാവ് പറയുന്ന ആ പോയിന്റുകൾ ഡീപ്പർ ആഴമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ ഈ കെയർ ആവശ്യമാണ്. പാവപ്പെട്ടവരെയും അഗതികളെയും അവരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് കുറച്ച് പേർക്ക് മാത്രമായിട്ട് ഈ
ഒരു രാജ്യമായാലും ഒരു നാടാണേലും മാറ്റിവെക്കുവാണെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഈ മാർപ്പാപ്പായുടെ ആറ്റിറ്റ്യൂഡുകൾ രൂപീകരിച്ചത് ഈ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ്. ആ ഹോപ്പ് എന്നുള്ള പുസ്തകം വായിക്കുവാണെങ്കിൽ ഈ മാർപ്പാപ്പായുടെ ജീവിതത്തെയും അവിടുത്തെ പൊന്തിഫിക്കേറ്റിനെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർത്തൊരു പുസ്തകമാണ്. എന്നെ വളരെ സ്പർശിച്ചതാണ് മാർപ്പാപ്പായുടെ ഓട്ടോബയോഗ്രഫി. അതിനകത്ത് ഈ വിശാലമായ മനസ്സ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. വേദനിക്കുന്നവരുടെ വേദന സ്വന്തം വേദനയായിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു മനുഷ്യത്വം. നമ്മളുടെ പൊളിറ്റീഷ്യൻസിനും നമ്മുടെ ബിസിനസ്സുകാർക്കുമൊക്കെ അത്ര ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഈ ലോകം ഒരു സഹോദര്യത്തിൻ്റെ രോഗമാക്കാനായിട്ട് മാറ്റും. ഉച്ചനീചത്വങ്ങളുണ്ടായിരിക്കും തീർച്ചയായിട്ടും. പൊക്കമുള്ളവരുണ്ട്, പൊക്കം കുറഞ്ഞവരുണ്ട്. എല്ലാം ഒറ്റ രീതിയിലൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലൊരു സമൂഹം എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കും. പക്ഷേ ശക്തിയുള്ളവർ ശക്തിയില്ലാത്തവരെ സഹായിക്കുക എന്നുള്ളൊരു നെസസറി ഫാക്ടറാണ്. പിതാവിൻ്റെ വേറൊരു ഈ കാര്യത്തിൽ ഞാൻ കാണുന്നൊരു പ്രത്യേകത ഈ പെരിഫറീസ് ഉള്ള രാജ്യങ്ങളെ സന്ദർശിച്ചത്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ സന്ദർശിച്ച് അവരെ their ഇമ്പോർട്ടൻസ് കാണിക്കുന്നു. ചിലയിടത്ത് മൈനോറിറ്റി ആയിരിക്കും, ഇവൻ ക്രിസ്ത്യൻസ്, ഇറാഖ്, മംഗോളിയ, പിന്നെ സെൻട്രൽ ആഫ്രിക്ക. ഇതെല്ലാം ഈ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ്. ആ രീതിയിൽ മാർപ്പാപ്പായുടെ സ്റ്റാൻഡിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ദർ ഇസ് എ ഇൻറ്റഗ്രിറ്റി, സ്റ്റാൻഡിങ് ഫോർ ദ വാല്യൂസ്. പിന്നെ സഭയ്ക്കകത്താണേലും ഒരു പ്രശ്നം ഒരു അബ്യൂസ് മാത്രമേ ഉണ്ടായാലും അതിനെ സ്ട്രിക്റ്റായിട്ട് കാണുമെന്ന് പറഞ്ഞ് മാർപ്പാപ്പ വിക്ടിംസിനോട് കാണിക്കുന്ന സഹതാപവും അല്ലെങ്കിൽ അവരെ ഇങ്ങനെയൊന്നും സഭയെ പാടില്ലെന്ന് കാണുന്ന ആ ഒരു സ്ട്രിക്റ്റ്നെസ്സും അതേസമയം വേദനിക്കുന്നതോടുള്ള കമ്പാഷനും ഇത് ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് റിപ്ലിക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അച്ഛാ, വ്യക്തമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ചുമെല്ലാം അച്ഛൻ ഇത്ര നേരം നമ്മളുമായി ഗുഡ്നസ് ടി വി പ്രേക്ഷകരുമായി അച്ഛൻ സംസാരിച്ച ഒരുപാട് നന്ദി അച്ഛാ. അച്ഛൻ്റെ സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ്. അച്ഛൻ്റെ ആ ഒരു എന്താ പറയുക ഉത്തരവാദിത്തം അത് വളരെ വലുതാണ്. ലോകം മുഴുവനുമുള്ള സഭ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുകയാണ്. ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി ഗുഡ്നസ് ടി വിയിൽ വന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള അങ്ങയുടെ വ്യക്തിപരമായ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചു. ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഫോർ യുവർ സർവീസ്.